أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالوا سواء علينا أوعظت أم لم تكن من الواعظين إن هذا إلا خلق الأولين وما نحن بمعذبين فكذبوه فأهلكناهم إن في ذلك لآية وما كان أكثرهم مؤمنين وإن ربك لهو العزيز الرحيم. അശ്ശുഅറാ 136 മുതൽ 140 വരെ. ഖാലു അവർ പറഞ്ഞു, സവാഉൻ അലൈന ഞങ്ങളുടെ കാര്യത്തിൽ തുല്യമാണ്, സമമാണ്. സവാഉൻ സമമാണ്, അലൈന ഞങ്ങളുടെ കാര്യത്തിൽ. അവഅൽത നീ ഞങ്ങളെ ഉപദേശിക്കലോ, വഅള് പരമ്പര നമുക്കറിയുന്ന വാക്കാണ്. അവഅൽത നീ ഞങ്ങളെ ഉപദേശിക്കലോ, അം ലം തകുൻ അല്ലെങ്കിൽ നീ ആവാതിരിക്കലോ, മിനൽ വാഇദീൻ ഉപദേശകന്മാരിൽ അല്ലെങ്കിൽ ഉപദേശിക്കുന്നവരിൽ പെട്ടവൻ. അവർ പറഞ്ഞു, നീ ഞങ്ങളെ ഉപദേശിക്കലോ, നീ ഉപദേശകന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതിരിക്കലോ ഞങ്ങളുടെ കാര്യത്തിൽ തുല്യമാണ്, സമമാണ്. ഇൻ ഹാദാ ഇല്ലാ ഖുലുഖുൽ അവ്വലീൻ ഇൻ ഹാദാ ഇതല്ല, ഇല്ലാ ഖുലുഖ് സംസ്കാരമല്ലാതെ അല്ലെങ്കിൽ സ്വഭാവമല്ലാതെ, അൽ അവ്വലീൻ പൂർവികരുടെ അല്ലെങ്കിൽ ആദ്യകാലക്കാരുടെ, മുൻഗാമികളുടെ എന്നർത്ഥം. വമാ നഹ്നു ഞങ്ങളല്ല, ബിമുഅദ്ദബീൻ ശിക്ഷിക്കപ്പെടുന്നവർ. ഫകദ്ദബൂഹു അങ്ങനെ അവരദ്ദേഹത്തെ കളവാക്കി അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞു, തള്ളിപ്പറഞ്ഞു. ഫഅഹ്ലക്നാഹു അപ്പോൾ നാം അവരെ നശിപ്പിച്ചു. ഇന്ന ഫീ ദാലിക ലആയ നിശ്ചയം അതിൽ ഒരു തെളിവുണ്ട് അല്ലെങ്കിൽ ഒരു ഗുണപാഠമുണ്ട്. വമാ കാന അക്സറുഹും മുഅ്മിനീൻ അവർ അധിക പേരും മുഅ്മിനായിട്ടില്ലാതിരിക്കെ, അല്ലെങ്കിൽ അവർ അധിക പേരും മുഅ്മിനായിട്ടില്ലതാനും. വ ഇന്ന റബ്ബക നിശ്ചയം താങ്കളുടെ റബ്ബ്, ലഹുവ അവൻ ഉറപ്പായിട്ടും, അൽ അസീസ് അജയ്യനാണ്, അൽ അർ റഹീം കാരുണ്യവാനുമാണ്. ഹൂദ് അലൈഹിസ്സലാമിനോട് ആദ് സമൂഹത്തിൻ്റെ പ്രതികരണമാണ് ഇവിടെ പറയുന്നത്, അതിനോടുള്ള അള്ളാഹുവിൻ്റെ തീരുമാനവും. ഖാലു സവാഉൻ അലൈന അവഅൽത അം ലം തകുൻ മിനൽ വാഇദീൻ നീ ഞങ്ങളെ ഉപദേശിക്കലോ, ഉപദേശകന്മാരുടെ കൂട്ടത്തിൽ നീ ചേരാതിരിക്കലോ, അഥവാ നീ ഉപദേശിക്കലും ഉപദേശിക്കാതിരിക്കലും ഒക്കെ ഞങ്ങൾക്ക് തുല്യമാണ്. അഥവാ ഇതൊന്നും ഞങ്ങൾ പരിഗണിക്കുകയില്ല. ഞങ്ങളെ നീ ഉപദേശിച്ച് നന്നാക്കാൻ നോക്കണ്ട, അല്ലെങ്കിൽ ഞങ്ങൾ ഇത് അംഗീകരിക്കാൻ പോകുന്നില്ല എന്നതിനെ വളരെ പുച്ഛം നിറഞ്ഞ ഒരു ശൈലിയിൽ പറയാനാണ് ആ വാക്കുകൾ അവർ ഉപയോഗിച്ചത്. ഇൻ ഹാദാ ഇല്ലാ ഖുലുഖുൽ അവ്വലീൻ ഇതൊക്കെയും പൂർവികരുടെ ഖുലുഖിൽ പെട്ടതാണ്, ഖുൽഖല്ലാതെയല്ല എന്നാണ്. ഖുലുഖ് എന്ന വാക്ക് സ്വഭാവത്തിന് ഉപയോഗിക്കും, സൃഷ്ടിപ്പിന് ഉപയോഗിക്കും, അതുപോലെ തന്നെ ആചാരം, സംസ്കാരം എന്നീ അർത്ഥത്തിലൊക്കെ അത് ഉപയോഗിക്കും. അപ്പോൾ ഇവിടെ എന്താണ് ഉദ്ദേശിക്കപ്പെട്ടുള്ളത്? ഇത് രണ്ടർത്ഥമുണ്ടാകാമെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. രണ്ടും ശരിയാണ്, രണ്ടും ഉള്ളതാണ്.
അതുകൊണ്ടായിരിക്കാം അല്ലാഹു തആല രണ്ടിനും പറ്റുന്ന തരത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിലൊന്ന് അവർ പറയുകയാണ്, ഞങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ ഖുർആൻ മറ്റിടത്ത് പറഞ്ഞതുപോലെ മാ വജദ്ന അലൈഹി ആബാഅന, ഞങ്ങളുടെ പിതാക്കന്മാരുടെ പാരമ്പര്യത്തിൽ ഞങ്ങൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. ഇത്തബിഉ മാ അൽഫൈന അലൈഹി ആബാഅന, എന്നൊക്കെ പല സ്ഥലത്തും ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. അതാകാം ഖുലുഖുൽ അവ്വലീൻ. അപ്പോൾ ഞങ്ങൾ നേരത്തെ വിമർശിച്ചത്, നിങ്ങൾ വലിയ ആവശ്യമില്ലാതെ സ്മാരകങ്ങൾ പണിയുന്നു, അതുപോലെ എന്നും ഇവിടെ ജീവിക്കാമെന്ന നിലയിൽ കഴിഞ്ഞുകൂടുന്നു, അതുപോലെ വളരെ നിങ്ങൾക്ക് അവരോട് വളരെ ക്രൂരത കാണിക്കുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞതിനാണല്ലോ വിമർശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുകയും ഇതൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ ഞങ്ങളായിട്ട് തുടങ്ങിയതൊന്നുമല്ല, പണ്ടേ ഞങ്ങളുടെ പൂർവികരായ ആളുകൾ ചെയ്തു വരുന്നതാണ്. എന്തൊക്കെയാണ്? സമ്പത്തുണ്ടാകുമ്പോൾ പരമാവധി പൊങ്ങച്ചം കാണിക്കുക, ശത്രുക്കളെ നിഷ്ഠൂരമായി പിടികൂടുക, അതുപോലെ തന്നെ ജീവിത സൗകര്യങ്ങളിൽ അർമാദിക്കുക. ഇതൊക്കെ ഞങ്ങളായിട്ട് തുടങ്ങുന്ന പരിപാടിയൊന്നുമല്ല. ഇതൊക്കെ പണ്ടേ സമ്പത്തുള്ള ആളുകൾ ചെയ്തു വരുന്ന കാര്യം തന്നെയാണ് എന്നാകാം ഇൻ ഹാദാ ഇല്ലാ ഖുലുഖുൽ അവ്വലീൻ എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ നേരെ തിരിച്ച് ഈ ഉപദേശത്തെ അവർ കളിയാക്കുകയാണ്. ഇതൊക്കെ പണ്ടും മുൻഗാമികളായ ആളുകൾ ചെയ്യുന്ന പരിപാടിയാണ്, ഈ ആളുകളെ ഉപദേശിക്കാൻ നടക്കുക എന്ന് പറയുന്നത്. അതും പരിശുദ്ധ ഖുർആനിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഇൻ ഹാദാ ഇല്ലാ അസാത്തീറുൽ അവ്വലീൻ, ഇതൊക്കെ മുൻഗാമികളുടെ കെട്ടുകഥകളാണ്. മരണാനന്തരം ഒരു ജീവിതം ഉണ്ടാകും. അത് നേരത്തെ പറഞ്ഞില്ലേ, ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അദീം, പരലോകത്ത് ശിക്ഷ ഭയപ്പെടുന്നു. അതൊക്കെ മുൻഗാമികൾ കെട്ടിയുണ്ടാക്കിയതാണ്, അവരുടെ പണ്ടേയുള്ള പരിപാടിയാണ്. മനുഷ്യർ വല്ലതുമൊക്കെ ചെയ്യുമ്പോൾ ഉപദേശിക്കാൻ നടക്കുക എന്നത്. അതിപ്പോൾ നീയായിട്ട് തുടങ്ങിയതല്ല, പണ്ടും കുറേ ആളുകൾ ഉപദേശിക്കലുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല. രണ്ടുമാകാം ഉദ്ദേശ്യം, രണ്ടും ഒരേ സമയത്ത് തന്നെ ഉദ്ദേശ്യമാകാം. കാരണം ഇത് കേൾക്കുന്ന ആദ്യത്തെ ആളുകൾ മക്കാ മുശ്രിക്കുകളാണ്, അവർക്ക് ഈ രണ്ട് സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടും തോന്നുന്ന തരത്തിലാകാം അല്ലാഹു തആല ഇത് പറഞ്ഞിട്ടുള്ളത്. വാക്കുകൾ സാഹിത്യത്തിൽ അങ്ങനെ രണ്ടു കൂട്ടർക്കും ഒരുപോലെ തോന്നുന്ന, ഞങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന് തോന്നുന്ന തരത്തിലുണ്ടാകുക എന്നൊക്കെ പറയുന്നത് സാഹിത്യത്തിൽ സാധാരണ സംഭവമാണ്. വമാ നഹ്നു ബിമുഅദ്ദബീൻ, പിന്നെ അവരുടെ നിലപാട് ഉറപ്പിച്ചു പറഞ്ഞു, അങ്ങനെ ഞങ്ങൾക്ക് ശിക്ഷയൊന്നും ഉണ്ടാകില്ല. അഥവാ പണ്ടും ആളുകൾ ഇങ്ങനെ പറയലുണ്ടായിരുന്നു ശിക്ഷിക്കപ്പെടുന്നൊക്കെ. അങ്ങനെ ഞങ്ങൾക്കൊരു ശിക്ഷ ഉണ്ടാകാനൊന്നും പോകുന്നില്ല, ദുനിയാവിൽ ഒരു ശിക്ഷയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, അതൊക്കെ വെറുതെ പറയുകയാണ്. പരലോകത്തെ ശിക്ഷ അല്ലെങ്കിൽ ദുനിയാവിലെ യൗമുൻ അദീം അല്ലെങ്കിൽ പരലോകത്തെ യൗമുൻ അദീം, രണ്ടായാലും അതൊക്കെ വെറുതെ പറയുന്നതാണ്. അങ്ങനെയൊന്നും ഞങ്ങളെ ആരും ശിക്ഷിക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവർ തള്ളിക്കളഞ്ഞു. എന്നിട്ട് എന്തുണ്ടായി? ഫകദ്ദബൂഹു ഫഅഹ്ലക്നാഹു, അങ്ങനെ അവർ ഹൂദ് അലൈഹിസ്സലാമിനെ കളവാക്കി തള്ളിപ്പറഞ്ഞു. അപ്പോൾ നാം അവരെ നശിപ്പിച്ചു. അവരെ നശിപ്പിച്ചതിൻ്റെ വിശദാംശങ്ങൾ സൂറത്തുൽ അഹ്ഖാഫിൽ അതുപോലെ സൂറത്തുൽ ഹാഖയിൽ ഒക്കെ അല്ലാഹു തആല വിശദീകരിച്ച് പറയുന്നുണ്ട്. വമ്മാ ആദുൻ ഫഉഹ്ലികൂ ബിരീഹിൻ സർസറിൻ ആത്തിയ, അടിച്ചു വീശുന്ന കാറ്റുകൊണ്ട് ആദ് നശിപ്പിക്കപ്പെട്ടു. സഖറഹ അലൈഹിം സബ്അ ലയാലിൻ വസമാനിയത അയ്യാമിൻ ഹുസൂമ, ആ കാറ്റ് അവരെ ഏഴ് രാവും 8 പകലും കീഴ്പ്പെടുത്തി. ഫതറൽ ഖൗമ ഫീഹാ സർആ, അങ്ങനെ ആ സമൂഹത്തെ അവിടെ മരിച്ചു കിടക്കുന്നതായി കാണാം. കഅന്നഹും അജാസു നഖ്ലിൻ ഖാവിയ, വെട്ടിയിട്ട ഈത്തപ്പനകൾ പോലെ, വീണുകിടക്കുന്ന ഈത്തപ്പന മരങ്ങളുടെ തടി പോലെ ഉണ്ടായിരുന്നു അവർ. ഫഹൽ തറാ ലഹും മിൻ ബാഖിയ, എന്നിട്ട് അവരുടെ വല്ല അവശിഷ്ടവും താങ്കൾ കാണുന്നുണ്ടോ? അതുപോലെ സൂറത്തുൽ അഹ്ഖാഫിലും കാണാം. വദ്കുർ അഖ ആദിൻ ഇത് അൻദറ ഖൗമഹു ബിൽ അഹ്ഖാഫി ഖദ് ഖലത്തിൻ നുദുർ എന്നൊക്കെ പറഞ്ഞിട്ട് ഖുർആൻ അത് വിശദീകരിക്കുന്നുണ്ട്. അവസാനം പറയുന്നത് ഫലമ്മാ റഔഹു ആരിദൻ മുസ്തഖ്ബില ഔദിയതിഹിം ഖാലു ഹാദാ ആരിദുൻ മുംതിറുന, അള്ളാഹുവിൻ്റെ ശിക്ഷ പ്രകടമായി വന്നത് കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഇത് നമുക്ക് എന്നും മഴ തരുന്ന ആ മേഘം തന്നെയാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്.
എന്നാണ് അവർ പറഞ്ഞത്. അല്ല, ബൽ ഹുവ മസ്തജഅൽതും ബിഹി റീഹുൻ ഫീഹ അദാബുൻ അലീം. ഇത് നിങ്ങൾ ആ ശിക്ഷ ഇങ്ങോട്ട് കൊണ്ടുവാ എന്നൊക്കെ ധൃതി കാണിച്ചിരുന്നല്ലോ. ഖാലു, പിന്നെ അവര് ഫഅ്തിന ബിമാ തഅദുന ഇൻ കുൻത മിന സാദിഖീൻ, നീ സത്യസന്ധനാണെങ്കിൽ നീ ഭീഷണിപ്പെടുത്തുന്നത് ഇങ്ങ് കൊണ്ടുപോവാന്നൊക്കെ പറഞ്ഞിരുന്നു. അതാണിത്. റീഹുൻ ഫീഹ അദാബുൻ അലീം, വേദനയേർ ശിക്ഷയുള്ള കാറ്റ്. തുദമ്മിറു കുല്ല ഷൈഇൻ ബിഅംരി റബ്ബിഹ, അത് റബ്ബിന്റെ കൽപ്പന കൊണ്ട് സകലതിനെയും നശിപ്പിക്കുന്നു. ഫസ്ബഹു ലാ യുറാ ഇല്ലാ മസാക്കിനുഹും, അവരുടെ താമസിച്ച നാട് അവരുടെ താമസ സ്ഥലമല്ലാതെ മറ്റൊന്നും കാണപ്പെടാത്ത വിധമായി തീർന്നു അവർ. കദാലിക നജ്സി ഖൗമൽ മുജ്രിമീൻ, അപ്രകാരമാണ് കുറ്റവാളികളായ ജനതക്ക് നാം പ്രതിഫലം നൽകുന്നത് എന്ന് സൂറത്തുൽ അഹ്ഖാഫിൽ. ഇങ്ങനെ വളരെ വളരെ നിശേഷം ഇന്നും നേരത്തെ ആമുഖത്തിൽ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ റുബുൽ ഖാലി, മനുഷ്യവാസമില്ലാത്ത, മനുഷ്യർ നിന്നാൽ ഭൂമിയിലേക്ക് ഇപ്പോഴും ആഴ്ന്നു പോകുന്ന, അല്ലാതെ നിലത്ത് ഉറച്ചു നിൽക്കാൻ കഴിയാത്ത, ഒരു തലം കിളർന്ന മണ്ണ്, ഉറക്കാത്ത മണല് ഉള്ള ഒരു പ്രദേശമാണത്രേ റുബുൽ ഖാലി. അങ്ങനെ ഇപ്പോഴും അവിടെ ആരെങ്കിലും ചെന്ന് നിന്നാൽ താഴോട്ട് പോകും എന്നുള്ള അവസ്ഥയിൽ യാതൊരുവിധ അവശിഷ്ടങ്ങളും കാണാൻ കഴിയാത്ത, എന്തിന് ഒരു പര്യവേക്ഷണം പോലും സാധ്യമല്ലാത്ത തരത്തിൽ ഉള്ള അവസ്ഥയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിച്ചത്. എന്നിട്ട് പറയുകയാണ്, ഇന്ന ഫീ ദാലിക ലആയ, ഇത് കണ്ടുപിടിച്ചോ, അതിലൊക്കെ ഒരു അടയാളമുണ്ട്. വമാ കാന അക്സറുഹും മുഅ്മിനീൻ, ആവർത്തിച്ചു വരുന്ന പ്രയോഗമാണ്, നേരത്തെ നമ്മൾ വിശദീകരിച്ചതുമാണ്. രണ്ടുമാകാം. ഒന്ന്, അവർ ഭൂരിപക്ഷം ആളുകളും വിശ്വാസികളായിരുന്നില്ല എന്നുമാകാം. അല്ലെങ്കിൽ മക്കാ മുശ്രിക്കുകളിൽ ഭൂരിപക്ഷം ആളുകളും മുഅ്മിനായിട്ടില്ല എന്നിരിക്കെ ഇതിൽ പാഠമുണ്ട് എന്നുമാകാം. ഇന്ന റബ്ബക ലഹുവൽ അസീസുർ റഹീം, എന്തായാലും അതിൽ നിന്ന് മനസ്സിലാക്കണം, താങ്കളുടെ റബ്ബ് ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്തവനാണ്. എന്നാലും ഇവരെങ്ങനെ ജീവിക്കുന്നു? അത് അവൻ അർറഹീമായതുകൊണ്ട്, കാരുണ്യവാനും തന്നെയാണ്. അള്ളാഹു അജയ്യനാണ്, അവൻ പിടികൂടാൻ തീരുമാനിച്ചാൽ പിന്നെ ആർക്കും തടുക്കാൻ കഴിയില്ല. അതേസമയത്ത് പിടികൂടും വരെ ആളുകൾക്ക് ജീവിക്കാൻ പറ്റുന്നത് ഇവരുടെ സാമർഥ്യം കൊണ്ടല്ല, അവൻ കാരുണ്യവാനായതുകൊണ്ടാണ് എന്ന് ധരിപ്പിക്കാനാണ് അങ്ങനെ അവസാനിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാം ശരിയായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا. ربنا زدنا علما وفهما ودقة ونظرا. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.